ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അവന്തികയാണ്. അവന്തിക ഗോകുലിനോട് ഭാര്യയൊന്ന് കണ്ട് പരിചയപ്പെടാമെന്ന് പറയുകയാണ്. അങ്ങനെ ഗോകുല് അവന്തികയും കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് നടക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സ്കൂൾ ബെൽ അടിക്കുന്നതാണ്. ചിപ്പി തനിക്ക് ക്ലാസ്സിൽ പോകണമെന്ന് പറയുമ്പോൾ കൈയെല്ലാം വാഷ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് അർച്ചന ചിപ്പിയും കൊണ്ട് കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. അതേസമയം തന്നെയാണ് അവന്തികയ്ക്കൊരു കോള് വരുന്നത്. പെട്ടെന്ന് തന്നെ അവന്തിക അവിടെ നിന്ന് പോകുന്നു. അതിനാൽ തന്നെ അർച്ചനയ്ക്കും അവന്തികയ്ക്കും തമ്മിൽ കാണാൻ സാധിക്കുന്നില്ല. ആരാ വന്നതെന്ന് അർച്ചന ഗോകുലിനോട് ചോദിക്കുമ്പോൾ അത് പിന്നെ ഗൗരിമോളുടെ ഒരു ഫ്രണ്ടിന്റെ അമ്മയാണെന്നും തന്നെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാണെന്നും പക്ഷേ എന്തോ പെട്ടെന്ന് അർജന്റായിട്ടുള്ള കോള് വന്നതുകൊണ്ട് പോയെന്നും ഗോകുൽ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ കയറി വീട്ടിലേക്ക് തിരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അവന്തിക ദേഷ്യത്തോടെ വീട്ടിലേക്ക് വരുന്നതാണ്. അവന്തിക ആരോടും ഒന്നും പറയാതെ നേരെ തന്റെ മുറിയിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന രണ്ട് ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. ചുവരിൽ തൂക്കിയിരുന്നതിൽ ഒന്ന് അവന്തികയുടെ അച്ഛൻ്റെയും ഒന്ന് അനിരുദ്ധൻ്റെയും ഫോട്ടോയായിരുന്നു. അതേസമയം മേഡം എന്ന് വിളിച്ചുകൊണ്ട് മൂർത്തി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. മൂർത്തിയെ കണ്ട ഉടൻ തന്നെ അവന്തിക അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർക്കുന്നതാണ് കാണിക്കുന്നത്. ലോറി ഡ്രൈവർ ലോറി പാർക്ക് ചെയ്തതിനു ശേഷം ബാക്ക് സൈഡ് തുറക്കുമ്പോഴാണ് അവന്തിക കിടക്കുന്നത് കാണിക്കുന്നത്. തുടർന്ന് അയാൾ പെട്ടെന്ന് തന്നെ അവന്തികയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അങ്ങനെയായിരുന്നു അവന്തിക രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ണു തുറക്കുന്ന അവന്തികയ്ക്ക് നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. അതേസമയം അനിരുദ്ധനും മൂർത്തിയും അവന്തിക മരിച്ചതിന്റെ ആഘോഷങ്ങൾ നടത്തുകയായിരുന്നു. എന്നാലും കൊല്ലേണ്ടിയില്ലായിരുന്നു, മനസ്സിനെന്തോ ഒരു വിഷമം പോലെയെന്ന്. ഒന്നുമില്ലെങ്കിലും അവരെന്നെ കുറെ വിശ്വസിച്ചതല്ലേ എന്നും മൂർത്തി പറയുന്നു. നീയും അവളും തമ്മിൽ അതിന് രക്തബന്ധമൊന്നുമില്ലല്ലോ, ഞാനല്ലേ അവളുടെ സ്വന്തം അമ്മാവൻ. എന്നെക്കാളും വലിയ കുറ്റബോധമൊന്നും നിനക്ക് വേണ്ടെന്ന് അനിരുദ്ധം പറയുമ്പോൾ ബോഡി വേണമെങ്കിൽ ലോറിക്കാര് അടക്കിയിട്ടുണ്ടാകുമെന്ന് മൂർത്തി പറയുന്നു. അവളുടെ നമ്പർ പോലും ഞാൻ എൻ്റെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അനിരുദ്ധൻ ഫോൺ എടുക്കുമ്പോഴാണ് അവന്തിക തൻ്റെ ഫോണിൽ നിന്നും അനിരുദ്ധനെ വിളിക്കുന്നത്. കോള് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അനിരുദ്ധനും മൂർത്തിയും. തുടർന്ന് മൂർത്തി ഫോൺ എടുക്കുന്നു. എന്താ അമ്മാവ, ഞാൻ മരിച്ചെന്ന് കരുതി സന്തോഷിച്ചിരിക്കുകയായിരുന്നു. എന്നാലേ അമ്മാവൻ എഴുതിയ തിരക്കഥയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. നീ രക്ഷപ്പെട്ടെന്നും കരുതണ്ടെന്നും നീ എവിടെയാണെങ്കിലും തിരഞ്ഞു പിടിച്ചു വന്ന് ഞാൻ നിന്നെ കൊല്ലുമെന്നും അനിരുദ്ധം പറയുന്നു. എൻ്റെ അമ്മാവ, അതിനെ തിരഞ്ഞു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനേ അമ്മാവൻ്റെ പുറകിൽ തന്നെയുണ്ട്. ഇത് കേൾക്കുന്ന അനിരുദ്ധനും മൂർത്തിയും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് പൂർണ്ണ ആരോഗ്യവതിയായി നിൽക്കുന്ന അവന്തികയാണ്. തുടർന്ന് അവിടെ കിടന്ന ഒരു ഇരുമ്പോടി എടുത്ത് അവന്തികയെ തല്ലാനായി ചെല്ലുകയാണ് അനിരുദ്ധൻ. എന്താ അമ്മാവ ഇത്, ഞാൻ ആയുധമൊന്നുമില്ലാതെയല്ലേ അമ്മാവനെ കാണാൻ വന്നത്, പിന്നെ അമ്മാവനിപ്പോൾ ആയുധമെടുക്കുന്നത് ശരിയാണോ? അതേസമയം അനിരുദ്ധന്റെ മുറിയിൽ ചെന്ന് തോക്കെടുത്തുകൊണ്ട് മുകളിലേക്ക് ചെല്ലുകയാണ് മൂർത്തി. എനിക്ക് അമ്മാവനോട് ദേഷ്യമൊന്നുമില്ലെന്ന് അവന്തിക പറയുമ്പോൾ എനിക്ക് സേതുമാധവന്റെ സ്വത്തുക്കളെല്ലാം വേണമെന്നും അതിന് നീ ജീവിച്ചിരിക്കാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് അനിരുദ്ധൻ അവന്തികയെ തല്ലാനായി ഇരുമ്പോടി ഉയർത്തുകയാണ്. പെട്ടെന്ന് തന്നെ അനിരുദ്ധന്റെ കയ്യിലേക്ക് വെടിവെക്കുകയാണ് മൂർത്തി. എടാ മൂർത്തി, നീ എന്നെ ചതിച്ചല്ലേടാ എന്ന് അനിരുദ്ധൻ ചോദിക്കുമ്പോൾ ചതിച്ചത് മൂർത്തിയല്ലെന്നും അമ്മാവൻ ഇതുവരെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ലല്ലേ എന്നും അവന്തിക ചോദിക്കുന്നു. അമ്മാവൻ അന്നിവനെ എൻ്റെ അടുത്തേക്ക് അയച്ചപ്പോൾ തന്നെ ഇവനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും ഞാൻ തപ്പിയെടുത്തതാ. പണവും സ്വാധീനവും എവിടെ കൂടുന്നോ അവൻ അവിടെ നിൽക്കൂ. ഞാൻ നിന്റെ അമ്മാവനല്ലേ അവന്തിക എന്ന് പറഞ്ഞുകൊണ്ട് ചോര ഛർദ്ദിക്കുകയാണ് അനിരുദ്ധൻ. എൻ്റെ അമ്മാവ, ദയാവധത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞു. അമ്മാവൻ കഴിച്ച ആഹാരത്തിലെ കൊടും വിഷം തന്നെയാ ഞാൻ ചേർത്തിരുന്നത്. മോളെ, നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടോളാം, നീ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അനിരുദ്ധൻ കൈകൂപ്പുകയാണ്. ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവന്തികയും മൂർത്തിയും. തുടർന്ന് അനിരുദ്ധൻ താഴേക്ക് വീഴുമ്പോൾ അനിരുദ്ധന്റെ നെഞ്ചിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യുകയാണ് അവന്തിക. തുടർന്ന് മൂർത്തി അവന്തിക എന്ന് വിളിക്കുമ്പോൾ അവന്തിക എന്നല്ലെന്നും എന്നെ ഇനി മുതൽ മേഡം എന്ന് വേണം വിളിക്കാനെന്നും അവന്തിക പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധനെ ചാക്കിലേക്ക് കയറ്റുന്ന മൂർത്തിയുടെ വീഡിയോ എടുക്കുന്ന അവന്തികയാണ്. ഇത് നിന്റെ രണ്ടാം ജന്മമാണെന്നും മര്യാദയ്ക്ക് കൂടെ നിന്നില്ലെങ്കിൽ ഈ വിഷ്വൽസ് ഞാൻ എല്ലാവരെയും കാണിക്കുമെന്നും അവന്തിക പറയുന്നു. അങ്ങനെ മൂർത്തി അനിരുദ്ധന്റെ ബോഡി ഒരു പുഴയിലേക്ക് കൊണ്ടെറിയുന്നതിന്റെ വീഡിയോയും അവന്തിക എടുക്കുന്നു. തുടർന്ന് സന്തോഷത്തോടെ നിൽക്കുന്ന അവന്തികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.